അങ്ങനെ നിങ്ങൾ അങ്ങനെ വളച്ച് വിളിച്ച് ആൻസേഴ്സ് പറയണം. അങ്ങനെയൊന്നും ഞാനങ്ങനെ പെട്ടെന്ന് വീണ് പോകുന്ന ഒരാളൊന്നുമില്ല. മോഡലിംഗ് ഫോട്ടോസ് ഒക്കെ ഇടാറുണ്ട്, സെമി ന്യൂഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഇടാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ നെഗറ്റീവ് കമന്റ്സ് മാത്രമേ ഉള്ളൂ, ഒരിക്കലും പോസിറ്റീവ് കമന്റ്സ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ട് അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വരുന്ന സമയത്ത്? നെഗറ്റീവ് കമന്റ്സ് വരുന്ന സമയത്ത് വിഷമം തോന്നാറില്ല. ഞാൻ കമന്റ്സ് പൊതുവെ വായിക്കില്ല. ഒരു ചിലപ്പോൾ എടുത്ത് വായിക്കും ഒരു രസത്തിന് വേണ്ടി. കമന്റുകളൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലോ ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഓരോരുത്തരുടെ അവരുടെ പ്രൊഫൈൽ അവരുടെ ആളിനെ നോക്കി വെക്കും. ഓക്കെ, ഇന്നാൾ ഇങ്ങനെ കമന്റ് എഴുതി, അതൊന്ന് നോട്ട് ചെയ്തു. കല്യാണത്തെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഒരു മണ്ടൻ ഇത് പറയാനുണ്ട്. അതായത് ബെറ്റർ ഹാഫ്, എൻ്റെ ബെറ്റർ ഹാഫ് ആണ് അവൾ, എൻ്റെ ബെറ്റർ ഹാഫ് ആണ് അവൻ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി റീലുകൾ കാണാം. ഇത്രയും വലിയ മണ്ടത്തരങ്ങൾ വേറെ ഉണ്ടോ? നമ്മുടെ ബെറ്റർ ഹാഫ് നമ്മൾ തന്നെയാണ്. ഒരു സ്ഥാപനത്തിൽ അങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാം മൊത്തം ആ ഒരു മോഡലിംഗ് ഫീൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. നമുക്ക് താല്പര്യം ഇല്ല സ്ഥലത്ത് നോ പറയാം. നോ പറഞ്ഞ് അതിൽ നിന്ന് മാറിപ്പോവാം. ഹായ് ഹലോ, വെൽക്കം ടു കൗമുദി മൂവീസ്. അഭിനയം, മോഡലിംഗ്, കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ തൻ്റെതായ ഇടം നേടിയ നേഹ റോസ് ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളൊക്കെ? നല്ല 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 വിശേഷങ്ങൾ. മോഡലിംഗ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ വിശേഷങ്ങളാവും അല്ലെങ്കിൽ മോഡലിംഗിന്റെ വിശേഷങ്ങളായിരിക്കാം. സിനിമ എന്നതാണ് ഒരു ചെറുപ്പം മുതൽ ഒരു എല്ലാവരുടെ സ്വപ്നം സാധാരണ. പക്ഷെ എനിക്ക് ചെറുപ്പം തൊട്ട് ഇതൊന്നൊരു സ്വപ്നം ആയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. പക്ഷെ സിനിമ എന്നൊരു ഫീൽഡ് വളരെ നല്ലൊരു ഫീൽഡായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതിലേക്ക് ഇനി എന്താണ് അടുത്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ആലോചിച്ചിട്ടിരിക്കുന്നത്. അപ്പം ഈ സിനിമയിൽ നമ്മളെപ്പോഴും നമുക്ക് പറ്റുന്നതായിട്ടുള്ള ക്യാരക്ടേഴ്സ് കണ്ടെത്തി ചെയ്യാൻ നോക്കാതെ നമുക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും യൂസ് ചെയ്ത് ഇപ്പം ചെറിയ ക്യാരക്ടേഴ്സ് ആയിരിക്കാം. അപ്പം ഞാനിപ്പോൾ എടുത്ത് പറയത്തക്കതുപോലെ, അതായത് എൻ്റെ ഒരു സിനിമ എന്ന രീതിയിൽ പറയത്തക്ക പോലെ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരാളെ നിങ്ങൾ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത്, സിനിമയുടെ കാര്യം ചോദിക്കുന്നത്. അപ്പം അങ്ങനെ പ്രോജക്റ്റ് ചെയ്തിട്ടില്ല. എൻ്റേതെന്ന രീതിയിൽ പറയാൻ പറ്റുന്നത്, എൻ്റേത് മാത്രം എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രോജക്റ്റ് എൻ്റെ അടുത്തേക്ക് ഉടനെ തന്നെ എത്തും. അങ്ങനെയുള്ള പ്രോജക്റ്റ് 2-3 പ്രോജക്റ്റ് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടുള്ള എൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതെല്ലാം. പക്ഷേ ഈ പ്രോജക്റ്റ് ആയതിനു ശേഷം മാത്രം എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റും. അപ്പൊ എനിക്ക് എൻ്റേതാണ് എന്ന് എനിക്കത് പറയാൻ പറ്റും. അതെ, നമ്മൾ എടുത്തു പറയത്തക്ക ഒരു സിനിമയുടെ പേര് പറയുമ്പോൾ അതെ. ബാക്കി ഞാൻ ചെയ്തിട്ടുള്ളത് ക്യാരക്ടേഴ്സ് ആണ്. അതും പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ടും ആഗ്രഹം കൊണ്ടും നമ്മൾ മാനിഫെസ്റ്റേഷൻ കൊണ്ടും അത് കിട്ടിയതാണ്. അപ്പൊ അങ്ങനെ ചെറിയ ക്യാരക്ടറുകൾ ചെയ്യുമ്പോഴും നമ്മളെ ആളുകൾ ശ്രദ്ധിക്കാൻ കൂടുതൽ അവസരങ്ങൾ കിട്ടും. ഇതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ മോഡലിംഗ് ആണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്തു തുടങ്ങിയത് എന്നുള്ളത് ഞാൻ നോക്കിയപ്പോൾ കണ്ടിരുന്നു. അപ്പൊ ഈ മോഡലിംഗിലോട്ട് എങ്ങനെയാണ് വരുന്നത്? ഒരു തുടക്ക കാലഘട്ടം എങ്ങനെയായിരുന്നു? മോഡലിംഗിലേക്ക് ഞാനിപ്പോൾ വന്നിട്ട് 14 ഇയേഴ്സ്. അപ്പോൾ ഈ ഒരു 14 ഇയേഴ്സ് ഇതിനകത്ത് ഒരുപാട് സ്ട്രഗിൾസും ഒരുപാട് ഉയർച്ചയും താഴ്ചയും നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും എല്ലാം കൂടി ഇടകലർന്ന ഒരു ലൈഫ് തന്നെയായിരുന്നു. പക്ഷെ അതൊരിക്കലും ഫീൽഡിന്റെ കുറ്റം കൊണ്ടല്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അപ്പം ഇതിലേക്ക് വന്നത് ഞാൻ ഇപ്പം ഈ 14 വർഷം എന്ന് പറയുമ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം കൂട്ടാതാണ്. അത് കൂട്ടിയിട്ടില്ല. സാധാരണ എല്ലാവരും ഇപ്പം മോഡലിംഗ് എക്സ്പീരിയൻസ് ചോദിച്ചാൽ കോളേജിലെ ഫാഷൻ ഷോ ചെയ്തതുകൂടെ ചേർത്ത് പറയും. ഞാനത് കൂട്ടിയിട്ടില്ല. ഞാൻ പഠിച്ചു കഴിഞ്ഞ് ജോലി ചെയ്തതിന് ശേഷം ആദ്യമായി പ്രൊഫഷണലി ചെയ്ത ഷോ തൊട്ട് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. എന്നിട്ടിപ്പോൾ 14 ഇയേഴ്സ് ആയി. അപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷം ആ സമയത്ത് എനിക്ക് തോന്നി ഇതല്ല ഞാൻ ചെയ്യേണ്ടത്, ഞാൻ മോഡൽ തന്നെയാണ് ആവേണ്ടത് എന്നെനിക്ക് തോന്നി. ഞാൻ ജോബ് റിസൈൻ ചെയ്യുകയും ഈ ഫീൽഡിലേക്ക് വരികയും ചെയ്തു. അത് ഞാൻ ലൈഫ് ചെയ്ത ഏറ്റവും വലിയ റിസ്ക് ആയിരുന്നു. എന്തായി തീരുമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അന്ന് ജോബ് റിസൈൻ ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ഇപ്പൊ ജോബിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തേണ്ട ടൈമായി ആകുന്നു. ആ ടൈമായില്ല, അത്ര ആകുന്നു. അപ്പൊ ഈ ഒരു ഏജിലായിരിക്കുമല്ലോ ജോബിൽ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലേക്ക് എത്തുന്ന പോലെ, ഹയസ്റ്റ് സാലറി കിട്ടുന്ന പോലെ ഈ വരുന്ന ഒരു 5 വർഷം 6 വർഷം തന്നെ ആയിരിക്കുമല്ലോ അത്. അപ്പൊ ആ ഒരു കാലഘട്ടമാണ് ഞാൻ ആക്ച്വലി ഈ ഒരു ഫീൽഡിൽ തന്നെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന എന്ത് ജോലി ചെയ്യാനും ഞാൻ ഹാപ്പിയാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ മോഡലിംഗ് അല്ലെങ്കിൽ ഒരു ഫാഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഏറ്റെടുത്തൊരു കാലഘട്ടമാണ്. എനിക്ക് പ്രത്യേകിച്ച് തോന്നിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും മോഡലിംഗ് ചെയ്യുന്നുണ്ട്, ഫാഷൻ ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കുറച്ച് വർഷം മുന്നേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മോഡലിംഗ് അല്ലെങ്കിൽ ഒരു ഫാഷൻ ഫീൽഡ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും എല്ലാ ആളുകളിൽ നിന്നും മികച്ച ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ എപ്പോഴും കാണാറുള്ളത്. അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒരു തുടക്ക കാലഘട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഫാഷൻ ഫീൽഡ് നെഗറ്റീവ്? ഇപ്പൊ ഫാഷൻ ഫീൽഡ് മാത്രമല്ല, ഈ ലോകത്തിൽ തന്നെ ഒരു മനുഷ്യരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ ലോകത്തിൽ ഇപ്പം നമ്മുടെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്താണ്, അവരുടെ ജീൻ എന്താണ്, നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പൊ നമുക്ക് ഒരു ഫീൽഡിനെ മാത്രം ഒരിക്കലും നമ്മൾ മോശമാക്കി പറയരുത്. എല്ലാ ഫീൽഡിലും നല്ല മനുഷ്യരുമുണ്ട്, മോശം മനുഷ്യരുണ്ട്. ഇപ്പം ഒരു കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നവരും നല്ല ക്യാരക്ടറുള്ള അധ്യാപകന്മാരുണ്ട്, എന്നാൽ അങ്ങനെ അല്ലാത്ത ആളുകളുണ്ട്. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്.
അപ്പം ഒരിക്കലും ഒരു ഫീൽഡ് ഒന്നും മോശമാകുന്നില്ല, കാരണം വളരെ മനോഹരമായ ഒരു ഫീൽഡല്ലേ മോഡലിംഗ് ഫീൽഡ്. എന്താ പ്രശ്നം? ഇപ്പം നേഹ പറഞ്ഞു ഒരു 14 years ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു തുടക്ക കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാഷൻ ഫീൽഡിലേക്ക് കുറവായിരുന്നു ആളുകൾ വരുന്നത്, ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ നെഗറ്റീവ് പലതരത്തിലുള്ള ഈ ഫീൽഡിനായാലും അല്ലെങ്കിൽ അതിന് പോകുന്ന ആളുകൾക്കൊക്കെ ഒരു നെഗറ്റീവ് ഒരു ഇമേജ് എപ്പോഴും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടം മാറിയതിനനുസരിച്ച് ഇപ്പം എല്ലാവരും ഫാഷൻ ഫീൽഡിലേക്കും അല്ലെങ്കിൽ മോഡലിങ്ങിലേക്കും കൂടുതൽ വരുന്നുണ്ട്. ആ ഒരു നെഗറ്റിവിറ്റി കുറഞ്ഞു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമും റീൽസും ഒക്കെ ഉള്ളത് ഒരു പരിധിവരെ എല്ലാത്തിനും ഒരു റീസൺ ആണ്. കാരണം ഇത് കുറച്ചും കൂടി ഓപ്പൺ ആയി ഈ ഒരു ഫീൽഡ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ പണ്ട് കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് കാലത്ത് നല്ല സ്ട്രഗിൾ ചെയ്യണം, ഇതുപോലെ സ്ലീവ്ലെസ് ഇട്ടിരിക്കണമെങ്കിൽ സ്ട്രഗിൾ ചെയ്യണമായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം തന്നെയായിരുന്നു. നമുക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല എനിക്ക് മോഡലിംഗ് ചെയ്യണം മമ്മി എന്നെനിക്ക് നമുക്ക് വീട്ടിൽ പോയി പറയാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു അത്. അപ്പം അതുകൊണ്ട് തന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു. ഇത്രയും വർഷമായതുകൊണ്ടാണ് അതിൻ്റെ ഒരു ചേഞ്ച് ശരിക്കും എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാനിപ്പം ഈ അടുത്തിടയ്ക്ക് ഒരു ഫാഷൻ ഷോയുടെ ഒരു ജഡ്ജ്മെന്റ് പരിപാടിക്ക് പോയപ്പോൾ ഞാൻ അവിടെ സ്റ്റേജിൽ കയറി പറഞ്ഞ കാര്യം ഇതായിരുന്നു. അതായത് ഈ സമയത്ത് ഞാൻ വന്ന സമയത്ത് ഇതുപോലെ കുറേ ഫാഷൻ കമ്പനികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. ഇതൊക്കെ പണ്ട് പഠിക്കായിരുന്നു, ഇതിനു വേണ്ടി എനിക്ക് ബാംഗ്ലൂർക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ ഞാൻ അന്നേരം പറഞ്ഞ ഓർക്കുന്നു. കാരണം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് പണ്ട് ഞാൻ ആഗ്രഹിച്ച പോലുള്ള സൗകര്യങ്ങളുണ്ട്. ഒരുപാട് പേർക്ക് ചെയ്യാനും റാമ്പിൽ വോക്ക് ചെയ്യാനും അവരുടെ ആഗ്രഹങ്ങൾ നോക്കാനും അന്ന് ഇതുപോലുള്ള മോഡലിംഗ് കമ്പനികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. എല്ലാവർക്കും ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റും. പിന്നെ എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ, എനിക്കൊരു തവണ റാമ്പിൽ വോക്ക് ചെയ്ത് നോക്കണം, എനിക്കൊരു ഫോട്ടോ എടുക്കണം, എങ്ങനെ ജ്വല്ലറി ഡേ ഒക്കെ ഷൂട്ട് ചെയ്യണം, നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളില്ല. ഇപ്പം നിങ്ങൾക്കും ആഗ്രഹമില്ല, എല്ലാവർക്കും ആഗ്രഹമില്ലേ? അങ്ങനത്തെ എല്ലാവരുടെ ആഗ്രഹങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് മീറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇങ്ങനെയുള്ള കമ്പനീസ് ഉള്ളത് നല്ലതാണ്. അല്ല, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ ഈ കാലഘട്ടത്തിന്റെ മാറ്റം തന്നെ പറയാം. ഇപ്പൊ എല്ലാവരും വസ്ത്രധാരണ രീതിയിൽ തന്നെ ഭയങ്കര ഡിഫറെന്റ് വന്നിട്ടുണ്ട്. ഒരു സമയത്ത് ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും എല്ലാ തരത്തിലുള്ള വസ്ത്രം ഇടാവുന്ന ഒരു ഫ്രീഡം ഇപ്പൊ കൂടുതലായിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ അത് ശരിക്കും ഒരു വലിയൊരു മാറ്റം തന്നെയല്ലേ ഈ ഒരു ഫീൽഡിന്? സത്യം തന്നെ ഈ ഫീൽഡല്ല, കേരളത്തിലെ വലിയൊരു മാറ്റമാണ്. ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് ചുരിദാർ ഇടണം, ഷോള് 2 വർഷത്ത് കുത്തിവെക്കണമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടി ഇതായിരുന്നു. ഞാൻ എൻ്റെ പേര് വഴക്കിട്ടിട്ടുണ്ട്. ഷോൾ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ കുത്തിവെക്കാൻ. എൻ്റെ ശരീരത്തിൽ ഷോൾ എങ്ങനെയാണെന്ന് ഞാനാ തീരുമാനിക്കുന്നത് എന്ന് അന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ കുട്ടികൾക്ക് ആ ധൈര്യം ഇല്ലായിരുന്നു. ഇന്നത്തെ പിള്ളേരെ കാണുമ്പോൾ അഭിമാനം തോന്നും. അവരവരുടെ ശരീരത്തെക്കുറിച്ച് അവരവർക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ എല്ലാവരും മറിച്ച് തന്നെയല്ലേ, മാന്യമായി തന്നെ എല്ലാവരും നടക്കുന്നത്. പക്ഷെ ഒരു സ്ലീവ്ലെസ് ഇട്ടതുകൊണ്ടോ ഇവിടെ ആർക്കെന്ത് നഷ്ടപ്പെടാൻ? സത്യം ഒന്നും നഷ്ടപ്പെടാനില്ല. ഇപ്പൊ നേഹ പറഞ്ഞു ഇപ്പൊ തുടക്ക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു ഫീൽഡിന്റെ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിൽ ഇപ്പൊ ഈ മോഡലിംഗ് രംഗങ്ങളിലൊക്കെ ഭയങ്കര ചൂഷണം ചെയ്യപ്പെടുന്നുള്ള പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ എന്താണ് പറയാനുള്ളത്? ചൂഷണം ചെയ്യപ്പെടുന്ന പല ആളുകൾ മോഡൽസ് ആയാലും പലരും കംപ്ലൈന്റ് വരെ പോയിട്ടുണ്ട്. കുറെ കമ്പനീസ്, അതായത് കുറെ അവസരങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് പറ്റിക്കപ്പെടുന്ന കുറെ ആളുകളെ പറ്റിയിട്ടുള്ള വാർത്തകൾ എപ്പോഴും നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? ഞാൻ അതുപോലുള്ള അധികം വാർത്തകൾ കേട്ടിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് അറിവുണ്ട്. മറ്റു പലരും പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് എല്ലാ ഫീൽഡിലും ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഫീൽഡിൽ മാത്രമല്ല, എല്ലാ ഫീൽഡിലും കള്ളത്തരങ്ങളുണ്ട്. അതുപോലെ തന്നെയുള്ളൂ. അപ്പം നമ്മൾ ഒരാളുമായി ഒരു കമ്പനിയിൽ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് കമ്പനിയുടെ ക്രെഡിബിലിറ്റി നോക്കണം. അല്ല വെറുതെ നമുക്കൊരു ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ അവിടെ പോയി ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ഇത് കിട്ടുമ്പോൾ നമ്മൾ എന്താണ് അതിന്റെ ക്രെഡിബിലിറ്റിയും കൂടെ നോക്കണം. അവരുടെ മുൻപിൽ ചെയ്ത വർക്കിന്റെ കാര്യങ്ങളും അങ്ങനെ ക്രെഡിബിലിറ്റികൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിനൊക്കെ നമുക്ക് ഹെൽപ്പ് ആകും, രക്ഷപ്പെടാൻ പറ്റും. നേഹ തന്നെ പറഞ്ഞു പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് സത്യാവസ്ഥ അറിയില്ലല്ലോ, അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു കമ്പനി വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഒരാൾക്ക് വരാം എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും മോശമല്ലല്ലോ. അല്ല, അതായത് മൊത്തമായിട്ട് അവരെ നമുക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാം മൊത്തം ആ ഒരു മോഡലിംഗ് ഫീൽഡ് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. നമുക്ക് താല്പര്യം ഇല്ലാത്ത സ്ഥലത്ത് നോ പറയാം. നോ പറഞ്ഞ് അതിൽ നിന്ന് മാറിപ്പോവാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം നമ്മൾ ചെയ്യാം. ഇതാണ് ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് അതാണ് പറയാനുള്ളത് അതിൽ. പിന്നെ എല്ലാ ആളുകളെയും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പം അവർ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മോശമായി ആളുകളോട് സംസാരിക്കുന്നതോ സ്ത്രീകളോട് സംസാരിക്കുന്നതിനോട് ഞാൻ യോജിക്കില്ല. കാരണം എന്നോട് പറഞ്ഞാൽ എൻ്റെ വായിരിക്കുന്നത് കേൾക്കും. അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾക്കിത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി സ്വന്തം നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം നോക്കി നമുക്ക് പോകാനേ നമുക്ക് പറ്റുള്ളൂ. അത് എല്ലാ മേഖലകളിലും അങ്ങനെ, എല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെയായിരിക്കും. ഏതൊരു ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെ നോക്കി കഴിഞ്ഞാലും
അങ്ങനെയല്ലേ പറയാൻ പറ്റും. ഇന്ന ഫീൽഡ് മോശം, ഇന്ന ഫീൽഡ് നല്ലതെന്നൊന്നും എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ നേഹയ്ക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പൊ പലർക്കും അനുഭവം ഉണ്ടായത് കൊണ്ടാണ് അവര് അങ്ങനെ തുറന്നു പറയുന്നത്. എന്താണ് ഈ മോശം അനുഭവം? അതായത് പലരും അതായത് പല അവസരം നൽകാന്ന് പറഞ്ഞിട്ട് പല തരത്തില് യൂട്ടിലൈസ് ചെയ്തും ചൂഷണം ചെയ്യപ്പെട്ട പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം. അത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. പക്ഷെ നേഹയ്ക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നേഹയ്ക്ക് ഇപ്പൊ അതിനോട് അഭിപ്രായം പറ്റില്ല. അതായത് നമുക്ക് അങ്ങനെ ഒരു അനുഭവം വരുമ്പോഴാണല്ലോ നമ്മൾ അതിനെ കൂടുതൽ പറയുന്നത്. അല്ല, അനുഭവം ഇല്ലാന്നല്ല, താല്പര്യമില്ലാത്തടത്ത് മുഖത്തടിച്ചതുപോലെ നോ പറയാൻ എനിക്കതിനുള്ള കഴിവുണ്ട്. അത് ശരിക്കും നല്ലൊരു ക്വാളിറ്റിയാണ്. അങ്ങനെ നോ പറയേണ്ടടുത്ത് നോ പറയണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ. പിന്നീട് എനിക്ക് അവസരം കിട്ടില്ല റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറെ സിനിമകൾ വരെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഐ മീൻ ഈ മോശം ഇതങ്ങനല്ല, എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നിങ്ങൾ അതിങ്ങനെ ചിന്തറിയിലാക്കരുത്. ഇപ്പം ചില എൻ്റെ മണ്ടത്തരങ്ങൾ കാരണം കുറച്ച് പ്രോജക്ട്സ് ഒക്കെ പോയിട്ടുണ്ട്. മേ ബി അങ്ങനത്തെ ഐ മീൻ എൻ്റെതായിട്ടുള്ള മണ്ടത്തരങ്ങൾ കാരണം, ഐ മീൻ ചോയ്സ് സെലക്ഷൻ മിസ്റ്റേക്ക് കാരണം ആദ്യമായിട്ട് വന്നപ്പോഴത്തെ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരുമല്ലോ, അങ്ങനത്തെ മിസ്റ്റേക്ക് ഉദ്ദേശിച്ചത്. അതല്ലാതെ നമ്മൾ പ്രൊഫഷണലാണ്, എല്ലാവരും നമ്മളോട് പ്രൊഫഷണൽ ആയിരിക്കാം. അതായത് നമ്മൾ നല്ല രീതിയിൽ നിൽക്കുകയാണ്, അപ്പം നമ്മളോട് എല്ലാവരും തിരിച്ചും നല്ല രീതിയിലായിരിക്കും നിൽക്കുക. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന വൈബാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുക. ഒരാൾ മറ്റൊരാളോട് മോശമായി പെരുമാറിയാൽ, ആരോട് പെരുമാറിയാൽ അവർ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു. ഇനി അങ്ങനെ പറയരുത്. നമ്മൾക്ക് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും, നമുക്ക് ശരി തെറ്റ് ഒക്കെ തിരിച്ചറിയാനുള്ളൊരു ഇതുണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും നമ്മുടെ ചോയ്സാണ്. ശരിയും തെറ്റും അത്യന്താപേക്ഷിതമാണ്. എൻ്റെ ശരി നിനക്ക് തെറ്റായിരിക്കാം, നിന്റെ തെറ്റുകൾ എനിക്ക് ശരിയായിരിക്കും. അപ്പൊ അതാണ് അതിനകത്തെ കാര്യം. നമ്മൾക്ക് ഇഷ്ടമുള്ളത് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഇഷ്ടമില്ലാത്ത എന്ത് വന്നാലും എനിക്ക് താല്പര്യമില്ല എന്ന് പറയാനുള്ള ഒരു ബോൾഡ്നെസ് ആണ് ആക്ച്വലി എല്ലാവർക്കും വേണ്ടത്, ഏത് ജോലി സ്ഥലത്ത് പോയാലും. അതെ, ആ ബോൾഡ്നെസ് ശരിക്കും പറഞ്ഞാൽ ആ ബോൾഡ്നെസ് തന്നെയാണ് ശരിക്കും വേണ്ടത്. അത് ശരിക്കും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ബോൾഡ്നെസ് കാരണം ഒരുമാതിരിപ്പെട്ട ആരും എൻ്റെ അടുത്ത് അടുക്കാനും വരാറില്ല, പേടിച്ചിട്ട്. അല്ല, എനിക്ക് തോന്നുന്നു ചിലവരെന്ത് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഇനിയിപ്പോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവസരം നഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ച് ചില ആളുകളുണ്ട്. അതായത് നോ പറയാതെ നമുക്കിനി അവസരം കിട്ടില്ലേ, ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് വെച്ചിട്ട് പറയാതിരിക്കുന്നവരുണ്ട്. പക്ഷെ നേഹ ആ ഒരു കാര്യത്തില് എവിടെ പറയണം എന്നുള്ള പ്രതികരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് അത്. ഞാൻ പ്രതികരിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഫോട്ടോസ് ആൻഡ് മോഡലിംഗ് ഫീൽഡിലായതുകൊണ്ട് തന്നെ ഇപ്പൊ മോഡലിംഗ് ഫോട്ടോസ് ഒക്കെ ഇടാറുണ്ട്, സെമി ന്യൂഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഇടാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ എപ്പോഴും നെഗറ്റീവ് കമന്റ്സ് മാത്രമേ ഉള്ളൂ, ഒരിക്കലും പോസിറ്റീവ് കമന്റ്സ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ട് അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വരുന്ന സമയത്ത്? നെഗറ്റീവ് കമന്റ്സ് വരുന്ന സമയത്ത് വിഷമം തോന്നാറില്ല. ഞാൻ കമന്റ്സ് പൊതുവെ വായിക്കില്ല. പിന്നെ ചിലപ്പോൾ എടുത്ത് വായിക്കും ഒരു രസത്തിന് വേണ്ടി. കമന്റുകളൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലോ ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഓരോരുത്തരുടെ പ്രൊഫൈൽ അവരുടെ ആളിനെ നോക്കി വെക്കും. ഇന്നാൾ ഇങ്ങനെ കമന്റ് എഴുതി, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കും, അത്രേ ഉള്ളൂ. അല്ല, അത് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പൊ ഞാൻ പലതരത്തിലുള്ള ഫോട്ടോസ് ഇടുന്ന സമയത്ത് നെഗറ്റീവ് കമന്റിന് വേണ്ടി പ്രതികരിക്കാൻ ലൈവ് ഇടുന്ന കുറെ ആളുകളുണ്ട്. അതായത് നെഗറ്റീവ് കമന്റിന് കുറച്ച് പ്രതികരിക്കാം. പക്ഷെ നേഹയുടെ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നെഗറ്റീവ് ഇടുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ എന്തിനാണ് എന്നെ അങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കമന്റ്സ് ഇടുന്ന അല്ലെങ്കിൽ തിരിച്ച് കമന്റ്സ് ഇടുന്നതോ ലൈവ് ഇടുന്നോ എപ്പോഴും കാണാറില്ല. അതൊരു വലിയൊരു നല്ലൊരു കാര്യം. ഞാൻ ചോദിച്ചിട്ട് ഇപ്പം ഇതിനകത്ത് രണ്ട് വശങ്ങളുണ്ട്. അതായത് നമ്മൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നു, നമ്മൾ ആ നെഗറ്റീവ് കമൻറ്റിനെതിരെ പറഞ്ഞ് വീഡിയോ ചെയ്താൽ നമുക്ക് റീച്ച് കിട്ടും. അത് കുറച്ച് നാളത്തേക്ക് നമുക്ക് റീച്ച് കിട്ടും. അപ്പോൾ അതിന് കുറച്ച് കമൻറ്റ്സ് വരും, നമ്മൾ അങ്ങോട്ട് വീണ്ടും പറയുന്നു, ഇങ്ങോട്ട് വീണ്ടും പറയുന്നു. ആ നെഗറ്റിവിറ്റി യൂസ് ചെയ്ത് കരിയറിൽ മുകളിലേക്ക് കയറി പോകാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷെ എനിക്ക് ആ നെഗറ്റിവിറ്റി യൂസ് ചെയ്ത് കയറി പോകാൻ ഇഷ്ടമല്ല. അതെ, സ്വന്തം കഴിവ് കൊണ്ട് നമ്മുടെ ഒരു എനിക്ക് ഇഷ്ടമല്ല. കഴിവ് കൊണ്ട് കയറി പോകണമെന്ന് മാത്രമല്ല, നമ്മളൊരു നെഗറ്റീവ് കമൻറ്റിന് റിപ്ലൈ ചെയ്താൽ അവർ വീണ്ടും അതിന് മറുപടി തരും, നമ്മൾ വീണ്ടും പറയും. അത് പറഞ്ഞ് എൻ്റെ ടൈം എനിക്ക് വേസ്റ്റ് ആയി പോകും. എനിക്ക് ഒരുപാട് പണിയുണ്ട്. ഇങ്ങനെ നെഗറ്റീവ് മാത്രം ഇട്ട് വീഡിയോ ചെയ്തിരിക്കുക മാത്രമല്ലല്ലോ, നമുക്ക് മറ്റൊത്തിരി കാര്യങ്ങൾ ചെയ്യാനില്ലേ. പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എന്താകും, ഇവരുടെ നെഗറ്റിവിറ്റി എന്ത് പറയുന്നു അത് അവരിലേക്ക് തന്നെ അത് ബാധിക്കും. നമ്മളിപ്പോൾ ഈ ഇങ്ങനൊരു ഡ്രസ്സ് സ്ലീവ്ലെസ് ഇട്ട് വന്നു, ഇങ്ങനത്തെ ഒരു ഡ്രസ്സ്, ഇപ്പം ഇതിനെ മോശമായി ചിന്തിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളുടെ മെൻറ്റാലിറ്റിയുടെ പ്രശ്നമാണ്. പുള്ളി അതിനെക്കുറിച്ച് ഓർത്തിരുന്ന് ചിന്തിച്ച് അവരുടെ ജീവിതം തീർക്കും. നമ്മളിങ്ങനെ ഇന്റർവ്യൂ കൊടുത്ത് സ്റ്റാറായിട്ട് വൈറലായിട്ട് നടക്കും. അത് ശരിയാട്ടോ. അതായത് ഈ നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് തോന്നാറുണ്ട്, ഇപ്പൊ ഈ നെഗറ്റീവ് പറയുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ കൂടുതലും കുറെ നിങ്ങൾക്ക് ചിലപ്പോൾ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നവരുണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ഉണ്ടോ? കമന്റ്സ് വന്നിട്ട് മോശമായ കമന്റ് ഒരിക്കലും വന്നിട്ട്, അപ്പം ഞാൻ പുള്ളി ആരാണ് എൻ്റെ പ്രൊഫൈൽ നോക്കി ഞാൻ അത് കയറി നോക്കാറുണ്ട്, ഞാൻ മറുപടി അയക്കാറില്ല. നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് തവണ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻബോക്സ്. അല്ല, അതെന്താ പറയുക, ശരിക്കും ഒരു പകൽമാന്യരെന്ന് പറയുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരും വന്ന് നെഗറ്റീവ് ചില ഫോട്ടോസ് ഇടുന്ന സമയത്ത് അതിലത്തെ നെഗറ്റീവ് കമന്റ് കണ്ടേ തന്നെ അറിയാം അവര് ചിലപ്പോൾ
പ്രത്യേകിച്ച് പകൽമാന്യർ തന്നെ, അല്ലെങ്കിൽ പ്രൊഫൈൽ ഇല്ലാത്ത ആളുകളായിരിക്കും കൂടുതൽ, ഫേക്ക് അക്കൗണ്ട്സിൽ നിന്നൊക്കെ ആയിരിക്കും പകൽമാനിനേക്കാൾ ഉപരി ഇപ്പൊ ഞാൻ ചുറ്റും ഒരു സെലിബ്രിറ്റിയുടെ ഫോട്ടോയുടെ താഴെ വന്ന് വളരെ മോശമായ ഒരാളെ കമന്റ് എടുത്തിയാൽ ആ കമന്റ് നോട്ട് ചെയ്യപ്പെടും, അവരുടെ പ്രൊഫൈൽ നോട്ട് ചെയ്യപ്പെടും. അതിന്റെ പേരിൽ പുള്ളിക്ക് ഒരു 100 ഫോളോവർ കയറും. അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെപ്പടി വിദ്യകളൊക്കെ ആയിരിക്കാം. നമ്മൾ അതിന് മറുപടി കൊടുക്കാതിരിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അതെ. അല്ല, എനിക്ക് തോന്നുന്നത് അത് ഏറ്റവും വലിയൊരു കാര്യം. പക്ഷെ എല്ലാവരും അതിനെതിരെ പ്രതികരിച്ച് ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുമ്പോൾ അവരുടെ റീച്ച് കയറില്ലേ. അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ. പക്ഷെ നേഹ തിരിച്ചാണ് ചിന്തിച്ചത്, എൻ്റെ കഴിവുകൊണ്ട് കയറി പോകണം, അല്ലെങ്കിൽ അല്ലാതെ ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ട് കയറണം എന്നുള്ള രീതിയിലല്ല അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 14 years ഓഫ് ജേണിയിൽ എങ്ങനെയാണ് ആ ഒരു പിടിച്ചു നിന്നത്? അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു മോഡലിംഗ് ഫീൽഡിൽ പലരും ഇറങ്ങിപ്പോയവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉയർച്ച വന്നവരുണ്ടായിരിക്കാം. അപ്പം എങ്ങനെയാണ് അത് നിലനിൽക്കാൻ പറ്റിയത്? ഇങ്ങനെ നിലനിൽക്കാൻ പറ്റിയത്, സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഉയർന്നില്ല. അപ്സ് ആൻഡ് ഡൗൺസ് തന്നെയായിരുന്നു. പക്ഷേ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് സംഭവിച്ചാലും നമ്മൾ അവിടെ തന്നെ നിൽക്കും. എനിക്കിത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് തോന്നി. അതിൻ്റെ ഇടയിൽ ഒരു 2 years കരിയർ ബ്രേക്ക് എടുത്തു. ഞാൻ പിന്നെ വർക്ക് ചെയ്തു ഒരു 2 years. അപ്പോൾ ആ സമയത്ത് എനിക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും ഞാൻ ഈ ഫീൽഡിലേക്ക് തിരിച്ചു വന്നു. ഈ ഫീൽഡിലേക്ക് തിരിച്ചു വന്നപ്പോൾ പോകാനല്ലല്ലോ നമ്മൾ രണ്ടാമതൊന്നുകൂടെ വരുന്നത്. അതെ, അപ്പോൾ നമ്മളിവിടെ തന്നെ നിൽക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് ഈ ഒരു ഫീൽഡിൽ പല കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ, ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സത്യത്തിൽ അതാണ് പല ആളുകളും ഇങ്ങനെ എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്ത പല മോഡൽസിനെയും ഞാൻ കാണുന്നില്ല. പക്ഷെ ഒരുപാട് പേര് എന്നെക്കാളും മുന്നേ സ്റ്റാർട്ട് ചെയ്ത പലരും ഇപ്പോഴും ഫീൽഡിലുണ്ട്, ഇപ്പോഴും ഷോകൾ ചെയ്യുന്നവരുണ്ട്. ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എന്നെക്കാളും മുന്നേ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്ത പലരും ഇപ്പോഴും ഫീൽഡിൽ മോഡലിംഗ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. കേരളത്തിലുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ. പിന്നെ വേറൊരു മെന്റാലിറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ മലയാള സിനിമയിലായാലും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ നായികമാർ അല്ലെങ്കിൽ ബോളിവുഡിലെ നായികമാരൊക്കെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇടുന്ന സമയത്ത് എല്ലാവരും പറയും, ഓ അടിപൊളി, ആഹാ എന്ന് പറയും. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു വസ്ത്രധാരണ രീതിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫോട്ടോ ഇടുന്ന സമയത്ത് നെഗറ്റീവ് വരുന്നുണ്ട്. അതെന്താണ് അങ്ങനെ ഒരു മെന്റാലിറ്റി എപ്പോഴും തോന്നിയിട്ടുണ്ട്? അത് ആ മെന്റാലിറ്റി എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ആ മെന്റാലിറ്റിയുടെ ഒക്കെ പോയി പണി നോക്കാൻ പറയണം. അത് എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു വസ്ത്രം ഇടുന്ന സമയത്ത് ഒരു ആളിൽ ഇപ്പം താൻ സ്ലീവ്ലെസ് ഇട്ടാണ് ഇരിക്കുന്നത്, ഇപ്പം തൻ്റെ കയ്യിലേക്ക് അറിയാതെ നോക്കിപ്പോവും. മറ്റൊരാളുടെ നഗ്നത കാണാൻ ആഗ്രഹിക്കുന്നു. അതെങ്ങനെ കാണണം എന്നുള്ളത് കാണുന്നവന്റെ കണ്ണിൽ. ഇപ്പൊ എൻ്റെ ഈ കൈ സ്ലീവ്ലെസ് കാണാം. ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അയാൾ അത് ഏത് കണ്ണിലൂടെ കാണണം എന്നുള്ളത് അയാളുടെ ചോയ്സ് ആണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ആണെങ്കിലും പിക്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആളുകൾക്ക് മറ്റൊരാളുടെ നഗ്നത കാണാൻ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. അത് ആസ്വദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. എന്നിട്ട് അവരൊന്ന് കുറ്റം പറയും. അവരത് ആസ്വദിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് പ്രായമായ ചേച്ചി, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന മോഡലിംഗ് ടൈപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രായമായ ചേച്ചിമാരും ഇങ്ങനെ അത്ര എക്സ്പോസ് ഒക്കെ ചെയ്ത വീഡിയോസ് ഒക്കെ പലതും കണ്ടിട്ടുണ്ട്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ ചോയ്സ് ആയിട്ട് അവർ ചെയ്യുന്നു. പക്ഷെ അത് കണ്ട് ആസ്വദിക്കുന്ന ആളുകൾ തന്നെ അവരെ കുറ്റം പറയും. അത് ശരിയാണ്. അത് നേഹ പറഞ്ഞൊരു കാര്യം അതാ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ബാംഗ്ലൂരായിരുന്നു ഒരു മോഡലിംഗ് തുടങ്ങിയതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ നിന്ന് വന്ന സമയത്ത്, അതായത് കേരളത്തിലോട്ട് വന്ന് ഈ മോഡലിംഗ് ചെയ്ത സമയത്ത് ഒരു ഡിഫറെന്റ് എങ്ങനെയും തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു കൾച്ചറൊക്കെ വ്യത്യാസമാണ്. അവിടെ ഫാഷൻ എന്ന് പറഞ്ഞാൽ ഒരു പണ്ട് തൊട്ടേ ഇപ്പൊ എന്ന് പറയണ്ട. ഞാൻ പണ്ട് മോഡലിംഗ് ഞാനിപ്പോൾ 14 വർഷം മുന്നേ ബാംഗ്ലൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന കൾച്ചർ ഒരിക്കലും ഇവിടെ എത്തിയിട്ടില്ല. ഇപ്പം നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ വസ്ത്രധാരണ രീതി മാറിയെന്ന് മുന്നേ പറഞ്ഞില്ലേ, മാറിയിട്ട് ഒരിക്കലും ആ 14 വർഷം മുന്നേ ബാംഗ്ലൂർ ആയിട്ടില്ല ഇപ്പോഴും. കൊച്ചി അത്ര സെറ്റപ്പ് ഹൈഫൈ ആയിട്ടില്ല. അതാണ് എനിക്ക് ഇപ്പോഴത്തെ 2K കിഡ്സിനോട് പറയാനുള്ളത്. അവർ ഭയങ്കര സംഭവമായിട്ട് അവരെ കാണിക്കുമ്പോൾ നിങ്ങളൊന്നും പണ്ടത്തെ ഡൽഹിയുടെയോ ഒരു 20 വർഷം മുന്നേ ഡൽഹി 20 വർഷം മുന്നേ ബാംഗ്ലൂർ ആയിട്ടില്ല. ഇനിയും വളരാനിരിക്കുന്നു. അല്ലെ, ഇവിടെ ഉള്ളൊരു എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലും അഡാപ്റ്റ് ചെയ്യാനാണല്ലോ ശ്രമിക്കുന്നത്. കൂടുതലും അവരുടെ സ്വന്തമായിട്ടൊരു ശൈലി ആക്കാതെ പുറത്തോട്ടുള്ള ഡ്രസ്സിങ് ആയാലും വസ്ത്രധാരണ രീതിയിലൊക്കെ ശരിക്കും അങ്ങനെയല്ല. പറഞ്ഞു ബാംഗ്ലൂരത്തൊന്നും ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അല്ല, ഒരു 14 വർഷം മുന്നേ ബാംഗ്ലൂരൊന്നും ഇതുവരെ കേരളം എത്തിയിട്ടില്ല, ഇതുവരെ കൊച്ചി എത്തിയിട്ടില്ല. അതാണ് വാസ്തവം. അത് സത്യമാണ്. അതിന്റെ പേരിൽ എന്നെ ട്രോളിയാലും കുഴപ്പമില്ല, അതായിട്ടില്ല. ഇതുപോലത്തെ തരത്തിലുള്ള ഫോട്ടോസ് ആയാലും ഇപ്പൊ ഫോട്ടോസിന് ഞാൻ ഒരിക്കലും നെഗറ്റീവ് പറയില്ല. നമ്മുടെ പേഴ്സണൽ നമുക്ക് ഒരു മോഡലിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോ ഇടുന്നത് നമുക്കൊരു തെറ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ പല നമ്മുടെ വീടുകളിലായാലും
പലതരത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഫാമിലിയിലൊക്കെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ നേരിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? തുടക്കത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ അത് അത്ര കാര്യമാക്കിയിട്ടില്ല. ഇല്ല, വലിയ പ്രശ്നം അതിട്ട് അല്ല, അത് എൻ്റെ പേരൻസ് പൊതുവെ ലിബറൽ ആയിട്ടുള്ള ഞാൻ ക്രിസ്ത്യൻ ഫാമിലിയിലാണ്. അപ്പോൾ പൊതുവെ ലിബറൽ ഫാമിലിയാണ്. എന്നുകൊണ്ട് എന്തും അങ്ങ് ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല. എന്നാലും എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി. ഹാൻഡിൽ വിത്ത് കെയർ. അതെ. പിന്നെ എനിക്ക് തോന്നുന്നു ഹാൻഡിൽ വിത്ത് കെയർ. അല്ല, എനിക്ക് തോന്നുന്നു ആ പറയുന്നതൊക്കെ നമ്മൾ ഇത് കേട്ട് ഇത് കൂടെ വിടുക എന്നുള്ളത് ചിന്തിച്ചാൽ മതി എന്നായിരിക്കില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഒരു വീഡിയോ കണ്ടിരുന്നു. എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ആഡാണ് എനിക്ക് തോന്നിയത്. പ്രൊഫൈലിൽ നോക്കിയപ്പോൾ കണ്ടത് ഒരു മുട്ട അടിച്ചിട്ടൊക്കെ ഉള്ള ഒരു പരസ്യം. വളരെ നല്ല രീതിയിലാണ് ആ ഒരു പരസ്യം ചെയ്തത്. അപ്പം ആ ഒരു ഇതിനെ പറ്റിയിട്ട് എന്താണ് പറയാം? 3 years മുന്നേ ചെയ്തൊരു ആഡാണ് അത്. ഒരു ഏജൻസിയിൽ നിന്ന് കോൾ വന്നതാണ്, ഇങ്ങനെ ഒരു ആഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു TMT സ്റ്റീലിൻ്റെ ആഡായിരുന്നു. അപ്പോൾ എനിക്കത് ഞാൻ അങ്ങനെ ഒരു അവസരത്തിന് കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു മെസ്സേജ് കൂടി കൊടുക്കുന്നുണ്ട്. ശരി, മേക്കപ്പ് ചെയ്യാൻ ഒരു 8 hours ആയിട്ട്. അല്ല, നല്ലൊരു മെസ്സേജ് ആ ഒരു പരസ്യത്തിൽ തന്നെ. നമ്മളെപ്പോഴും കാണുന്ന തരത്തിലുള്ള ഒരു പരസ്യം അല്ലായിരുന്നു അതിൻ്റെ. അതിനൊരു ബ്യൂട്ടി, അല്ലെങ്കിൽ എല്ലാവരും പറയും നമ്മുടെ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ നമ്മുടെ പുറമേയുള്ള ഒരു സൗന്ദര്യം എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ അതിൽ എന്ന് പറഞ്ഞാൽ ആ പരസ്യത്തിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ടായിരുന്നു ആ പരസ്യം. പിന്നെ അതുപോലെ തന്നെ അതിന്റെ മെസ്സേജ് നല്ലതായിരുന്നു. നമുക്ക് അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ശരിക്കും നല്ലൊരു കരിയറിൽ നല്ലൊരു കാര്യം തന്നെ. അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യാൻ പറ്റും. അതിന് എന്നെ അവർ സെലക്ട് ചെയ്തു. എനിക്ക് എന്നുള്ള ഡയറക്ടർ എന്നെ അതിനെ വിളിച്ചു എന്നുള്ളതാണ്. ഞാൻ അതിനെ ജിൻഡോനായിട്ടുള്ള വീഡിയോസും അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ എപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കാണുന്നത്? ഞാൻ പുള്ളിയെ ജിമ്മിൽ പോയപ്പോൾ കണ്ടാണ്. പുള്ളിയുടെ ജിമ്മിൽ ഞാൻ കുറച്ചാൽ പോയിട്ടുണ്ട്. അങ്ങനെയാണ് പരിചയപ്പെട്ടത്. പക്ഷെ എനിക്ക് നല്ലൊരാളായിട്ട് ഫീൽ ചെയ്തു. ഒരു നല്ല ഫ്രണ്ടാണ്, നല്ലൊരു സുഹൃത്താണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ല, പലതരത്തിലുള്ള നെഗറ്റീവ് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എന്താ തോന്നിയിട്ടുള്ളത് ജിൻഡോനെ പറ്റിയിട്ടുള്ളത്? എനിക്ക് പുള്ളി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ നെഗറ്റീവ് കമന്റ്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിനിമാ മേഖലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ സ്ത്രീ കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു കുറഞ്ഞു വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം അല്ലെങ്കിൽ ഒരു നായക കഥാപാത്രങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം, അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീ കേന്ദ്ര കഥാപാത്രങ്ങൾ സിനിമകൾ അങ്ങനെ കുറഞ്ഞു വരുന്ന അങ്ങനത്തെ രീതിയിൽ ഒരുപാട് കഥാപാത്ര സിനിമകൾ ഇല്ലേ സ്ത്രീ കേന്ദ്ര കഥാപാത്രമായി? കൂടുതലും കുറവാണ്. അതായത് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഉർവശി അല്ലെങ്കിൽ പല നടിമാർ, ശോഭന, അങ്ങനത്തെ കുറെ ക്യാരക്ടറായിട്ടുള്ള അവർക്കൊരു പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു നായിക ഒരു അഭിനേത്രി അഭിനയിക്കുന്നു, അതിനുശേഷം പിന്നെ അവരെ കാണുന്നില്ല. അതെന്താ സംഭവം അറിയോ? അതായത് പണ്ട് പറഞ്ഞതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പണ്ട് നായകന്മാർക്ക് തന്നെയായിരുന്നു ഇമ്പോർട്ടൻസ്. പക്ഷെ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരുടെ നമ്പർ കുറവായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഈ ഫീൽഡിലേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും. പക്ഷെ അതല്ലാതെ സിനിമകൾ പറയുമ്പോൾ ലോക പോലുള്ള സിനിമകൾ ഇപ്പൊ ഇറങ്ങിയില്ലേ? ഒരുപാട് സിനിമകളുണ്ട്. സ്ത്രീകൾക്ക് സ്റ്റാർഡം കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ആർട്ടിസ്റ്റുകളുടെ നമ്പറും കൂടിയിട്ടുണ്ട്. അത് ശരിയാണ്. കോമ്പറ്റീഷൻ കൂടി. ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ എന്താണ് അങ്ങനെ ഒരു കഥാപാത്രം എപ്പോഴും നമ്മുടെ തേടി വരാത്തെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ അങ്ങനത്തെ സിനിമകളിൽ? സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇത്ര നാളും ഇന്നിപ്പോ 14 വർഷം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തള്ളലല്ല, ശരിക്കും 14 വർഷം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സിനിമകളിൽ ഞാൻ ചെയ്തിട്ടുള്ളത്, എനിക്ക് കിട്ടിയ എല്ലാ ചെറിയ അവസരവും ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇന്ന സിനിമയിൽ ഇന്ന ക്യാരക്ടർ ചെയ്യാമോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നോ പറയാതെ, എനിക്ക് നായിക തന്നെ ആകണം എന്ന് പറയാതെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് നമ്മുടെ ഗ്രോത്തിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ടാണ് ഞാൻ അതിനകത്ത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ സത്യത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് മാത്രമായി എൻ്റേതെന്ന് പറയാനുള്ള സിനിമ എനിക്ക് കിട്ടണം. അങ്ങനെ അതിൻ്റെ പിറകെ 1 വർഷം നടന്ന് 2-3 പ്രോജക്റ്റ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഷൂട്ട് ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് ആകുമ്പോഴെന്നല്ല, ഒരു തീരുന്ന സ്റ്റേജ് ആകുമ്പോഴോ അല്ലെങ്കിൽ പടത്തിന്റെ എന്തെങ്കിലും പുറത്ത് പറയാൻ പറ്റുന്നതാകുമ്പോഴോ ഞാൻ തീർച്ചയായിട്ടും വന്നതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. അല്ലാതെ എനിക്കത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം അങ്ങനെ ഒരു സാധനം ഇപ്പൊ എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം, തരക്കേടില്ലാതെ. അപ്പൊ അങ്ങനെ അഭിനയിച്ച് ആ ഫീൽഡും കൂടെ ഒന്ന് കൈവച്ച് നോക്കണം കൂടുതലായി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ മോഡലിംഗിൽ നിന്ന് ഒരു അഭിനയത്തിലോട്ട് വരാനുണ്ടായോ? ഓൾറെഡി വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ മോഡലിംഗ് വിടാൻ പറ്റുന്നില്ല. അതെന്താ? പക്ഷെ റാമ്പ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിരുന്നു. റാമ്പ് അല്ലാതെ പരസ്യങ്ങളും ഈ ഫോട്ടോഷൂട്ട്സ് ഒന്നും നിർത്താൻ പറ്റുന്നില്ല. നമ്മളൊരു ഫീൽഡിലായി നമ്മുടെ ആ ഫീൽഡിൽ തന്നെ നല്ലതായിട്ട് പെർഫോം ചെയ്തു പോകുന്ന ഒരാൾക്ക്, ഇപ്പൊ നമ്മൾ ആങ്കറിങ് ഫീൽഡിൽ ഭയങ്കര ടോപ്പിൽ നിൽക്കുവാണെങ്കിൽ പെട്ടെന്ന് ഒരു മൂവി ചെയ്തു, എന്നാലും ആങ്കറിങ് വീണ്ടും ചെയ്യും. പൂർണ്ണമായിട്ട് നമ്മളിത് വേണ്ടാന്ന് വെക്കില്ലല്ലോ.
അത് അതിലെ ഫിലിമിൽ ചെയ്യുന്നത് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആങ്കറിങ് കണ്ടിന്യൂ ചെയ്യില്ലേ. അതുപോലെ എനിക്ക് ഇതങ്ങോട്ട് വിട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മോഡലിംഗ് ഉണ്ടാവുമല്ലോ, അത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും മോഡലിംഗിൽ മാറ്റം നേരത്തെ പറഞ്ഞു. അപ്പൊ എതെങ്ങനെയാണ് നോക്കി കാണുന്നത് ഇപ്പൊ പുതിയ പിള്ളേരുടെ ഒക്കെ ഒരു മോഡലിംഗ് അല്ലെങ്കിൽ ഫാഷൻ ഒരു ട്രെൻഡിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇപ്പോഴത്തെ എല്ലാ ഇതിലേക്ക് വരുന്ന പിള്ളേർക്കൊക്കെ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് വാക്ക് ചെയ്യാൻ അറിയാം. അവർ തന്നെ യൂട്യൂബ് നോക്കി വാക്ക് ചെയ്യാൻ നന്നായി പഠിച്ച് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ വാക്ക് സെറ്റാക്കി അവർ വാക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ മിസ്റ്റേക്സ് മാത്രമേ ഉള്ളൂ. ഇന്റർനാഷണൽ നാഷണൽ ലെവൽ ഷോയിൽ നിന്നും നമ്മുടെ നാട്ടിലെ ഇപ്പം പുതിയതായിട്ട് പഠിക്കുന്നതിൽ നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ഗ്രൂമിങ്ങിലൂടെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഫറൻസേ ഉള്ളൂ എന്നാണ് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ കാണുന്നത്, ഞാൻ ഈ ഫീൽഡിൽ വന്ന ടൈമിൽ ഹൈറ്റ് ഉള്ളവർക്ക് മാത്രമേ മോഡലാകാൻ പറ്റുള്ളായിരുന്നു. ഒരു 5'7" ഹൈറ്റ് ഉള്ളവർക്ക് മാത്രമേ ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റുള്ളായിരുന്നു. എനിക്ക് 5'9" ആണ് എൻ്റെ ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് ഉള്ളത് തന്നെ എനിക്ക് അഡ്വാൻറ്റേജ് ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് സെലക്ഷൻ കിട്ടി, എല്ലാ നല്ല ഷോകളും വോക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇന്നൊരു പക്ഷേ ഇവിടുത്തെ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടാകും ചില ഷോകൾ വോക്ക് ചെയ്യാൻ. അതൊക്കെ എൻ്റെ കരിയർ തുടക്കത്തിൽ ഞാൻ വോക്ക് ചെയ്ത് കഴിഞ്ഞു. തുടങ്ങിയ 4 വർഷം ഞാൻ അതാ ചെയ്തത്. നാഷണൽ ലെവൽ ഷോകൾ തന്നെയാണ് ചെയ്തത്. കാരണം എനിക്ക് അങ്ങനെയുള്ള ഭാഗ്യങ്ങളാണ് കിട്ടിയത്. അത് നമുക്ക് ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം എല്ലാവരും ഹൈറ്റ് ഒരു ക്രൈറ്റീരിയ ആണ് ഫീൽഡിൽ. അപ്പോൾ ഇതൊരു ഫാഷൻ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കും നമ്മുടെ കൊച്ചി. അപ്പം ഇപ്പം ഹൈറ്റ് ഒരു കൺസ്ട്രെയിൻറ്റ് ആകാതെ തന്നെ എല്ലാവർക്കും നല്ല അവസരങ്ങളുടെ കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് തന്നെയാണ്. കാരണം എല്ലാവർക്കും വലിയ ആഗ്രഹങ്ങൾ. ഇപ്പം നാഷണൽ ഷോകളിൽ അവരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ കോസ്റ്റ്യൂം അത്ര ലെങ്തി ആയിരിക്കാം. ഇപ്പോൾ ഹീലിട്ടാലും എത്തൂല, എനിക്ക് ഹീലിട്ടാലും എത്തൂല, അതുപോലത്തെ ലെങ്തി കോസ്റ്റ്യൂം ആയിരിക്കും. അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള ടോളായിട്ടുള്ള മോഡൽസ് വേണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഡിഫറൻസസ് ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഇപ്പൊ എല്ലാവർക്കും അവസരം കിട്ടുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അതെ, ഇപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ആ സമയത്തില്ല. നമ്മളിപ്പോ ടി വിയിലോ അല്ലെങ്കിൽ മൊബൈൽ തന്നെ ആ സമയത്ത് വന്നിട്ട് തുടങ്ങുന്ന കാലഘട്ടങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടാവില്ലേ? ഉണ്ട്. അതുപോലെ മറ്റൊരു ചേഞ്ച് പറഞ്ഞത് മോഡലിംഗ് ഫീൽഡിലെ ചേഞ്ച്. പണ്ട് മിസ് യൂണിവേഴ്സിൽ പങ്കെടുക്കണമെങ്കിൽ ഇത്ര ഏജ് ഒരു കൺസ്ട്രെയിൻ ആയിരുന്നു. എനിക്ക് മിസ് യൂണിവേഴ്സിൽ മിസ് ഇന്ത്യ യൂണിവേഴ്സിൽ പങ്കെടുക്കണം എന്ന് വെച്ചപ്പോൾ അന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ എനിക്ക് 24 ഇയേഴ്സ് ആയിരുന്നു. അന്ന് അവർക്ക് 26 മറ്റോ ആയിരുന്നു അതിന്റെ ഇത്. പക്ഷെ എന്തോ പിന്നെ 24 ആയി, വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അതിന്റെ പുറകെ പോയില്ല. ഇപ്പം ഏജ് ലിമിറ്റ് എടുത്ത് കളഞ്ഞു. ഇപ്പം 18 വയസ്സ് തൊട്ട് 60 വയസ്സോ എന്തോ ഇത്ര ഏജിലുള്ള ആർക്കും വേണമെങ്കിലും, അൺമാരീഡ് ആയിട്ട് ആർക്കും ഉണ്ടെങ്കിലും പോയി പങ്കെടുക്കാം. ഈവൻ മാരീഡ് ആൾക്കാർക്ക് പറ്റുമോ എന്നുള്ള ഞാൻ വായിച്ചില്ല. ഏജ് ലിമിറ്റ് എടുത്ത് കളഞ്ഞു. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. അതിനെക്കുറിച്ച് ചേഞ്ച് തന്നെയാണ്. പിന്നെ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഒരു എക്സ്പോഷറും കൂടി വന്നതോടുകൂടി ആളുകൾക്ക് കൂടുതലും അവസരങ്ങൾ കൂടിയെന്ന് തോന്നുന്നു. അവസരങ്ങൾ കൂടി. അപ്പൊ എനിക്ക് തോന്നി ഇനി ഒന്ന് മിസ് യൂണിവേഴ്സിൽ പോയാലോ അല്ല, അത് ശരിക്കും ട്രൈ ചെയ്യാൻ പറ്റും. എന്താ കാരണം വെച്ചാൽ നമുക്ക് ആ സമയത്ത് അവസരം കിട്ടാതെ നമുക്ക് ഇപ്പൊ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കാര്യം തന്നെയാണ്. പിന്നെ എന്തെങ്കിലും വിവാഹ കാര്യങ്ങളിലോ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട്? കല്യാണം കഴിക്കുന്നില്ല. ഞാൻ കല്യാണ വിരോധിയാ. അതെന്താണ് കാരണം? അതെന്താ കാരണം? കല്യാണ വിരോധി എന്ന് വെച്ചാൽ നമ്മൾക്ക് കല്യാണം കഴിക്കുന്നവരോട് എതിർപ്പില്ല. ഇനി നാളെ ഞാൻ കല്യാണം കഴിക്കത്തില്ല എന്നില്ല. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ആരും കല്യാണം കഴിക്കാതൊന്നിരിക്കരുത് കേട്ടോ പ്ലീസ്. അപ്പോൾ ഈ കല്യാണ വിരോധി മീൻസ് ഇപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ഒരു പുരുഷന് ഒരു പെണ്ണിനെ കിട്ടും, അവനൊരു കുട്ടികളെ കിട്ടും, അവനൊരു കുടുംബം കിട്ടും, അവൻ്റെ ലൈഫ് സെറ്റിലാവും. ആ പെണ്ണിന് എന്ത് കിട്ടുന്നു? അവൻ്റെ വീട്ടിലിരിക്കുന്നു, അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പം ഇപ്പം തിരിച്ച് മറുചോദ്യം വരും, അവൾക്കും ഇല്ലേ ജോലി, അവൾക്കും ഇല്ലേ ഇതെല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ഒരു റെസ്ട്രിക്ഷൻസ് അവിടെ വരുന്നു. അപ്പം എനിക്ക് അങ്ങനെ ഒരു ലൈഫ് വേണ്ട. പിന്നെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് ഒരു മാരേജ് ലൈഫ് എനിക്ക് വേണ്ട. അതല്ലാതെ ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. അല്ല, എല്ലാവരും ഇപ്പൊ പലരും പറയും ഇപ്പൊ കല്യാണം കഴിഞ്ഞാലും ജോലിക്ക് വിടാന്ന് പറഞ്ഞാലും വിടാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പൊ നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പോലും വീട്ടിലിരിക്കുന്ന, എനിക്ക് തന്നെ പേഴ്സണലി അറിയാം, എന്റെ കൂടെ പഠിച്ച പലരും വീട്ടില് ഈ പ്രായത്തിൽ അപ്പൊ എന്റെ പ്രായത്തിൽ എന്തായിരിക്കും? അതാ പറയുന്നത്. അല്ല, അത് സെൽഫ് ഇൻഡിപെൻഡന്റ് ആവാന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യം തന്നെ. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചിലപ്പോൾ വിവാഹം ഉണ്ടായിരിക്കാം അല്ലേ? അങ്ങനെ നിങ്ങൾ അങ്ങനെ വളച്ച് വിളിച്ച് ആൻസേഴ്സ് പറയണം. അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ പെട്ടെന്ന് വീണ് പോകുന്ന ഒരാളല്ല. പെട്ടെന്ന് വീണ് പോകുന്ന ഒരാളല്ല. കല്യാണത്തെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഒരു മണ്ടൻ ഇത് പറയാനുണ്ട്. അതായത് ബെറ്റർ ഹാഫ്, എന്റെ ബെറ്റർ ഹാഫ് ആണ് അവൾ, എന്റെ ബെറ്റർ ഹാഫ് ആണ് അവൻ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി റീലുകൾ കാണാം. ഇത്രയും വലിയ മണ്ടത്തരങ്ങൾ വേറെ ഉണ്ടോ? നമ്മുടെ ബെറ്റർ ഹാഫ് നമ്മൾ തന്നെയാണ്. എന്റെ ബെറ്റർ ഹാഫ് ഞാനാണ്, അല്ലെ എന്റെ ഹയസ്റ്റ് സെൽഫാണ് എന്റെ ബെറ്റർ ഹാഫ്. നമ്മളെ കണ്ണടച്ച് ഇങ്ങനെ ധ്യാനിക്കുക. അപ്പൊ ധ്യാനിക്കുമ്പോൾ നമ്മളെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥ വരും. അതല്ലേ നമ്മുടെ ബെറ്റർ ഹാഫ്.
ബെറ്റർ ഹാഫ്. അതെ 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 അതെ. നമുക്ക് നമ്മുടെ ബെറ്റർ ഹാഫ് മറ്റൊരാളാകുന്നില്ല, അത് മറ്റൊരു വ്യക്തിയാണ്. അയാൾക്ക് അയാളുടേതായിട്ടുള്ള ശരീരം, അയാളുടെ കണ്ണുകൾ, അയാളുടേതായിട്ടുള്ള ഫീച്ചേഴ്സ്, അയാൾ മറ്റു ഇൻഡിവിജ്വാലിറ്റി, അയാൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തനാണ്. അതൊരിക്കലും നമ്മുടെ ബെറ്റർ ഹാഫ് അല്ല. നമ്മുടെ ബെറ്റർ ഹാഫ് നമ്മൾ തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യണമെന്നും നമ്മൾ എന്ത് ചെയ്യരുതെന്നും തീരുമാനിക്കുന്ന നമ്മൾ തന്നെയാണ്. നമ്മുടെ ബെറ്റർ ഹാഫ് നമ്മൾ തന്നെയാണ്. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളാണ് നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മളെ ഇഷ്ടപ്പെടുക, നമ്മൾ അതുകൊണ്ട് ബെറ്റർ ഹാഫിനെ കണ്ടെത്താനായിട്ട് ആരും കല്യാണം കഴിക്കരുത്. ബെറ്റർ ഹാഫ് അല്ല, പക്ഷെ ഒരാളിരുന്നോട്ടെ, ഒരു രസമല്ലേ അടിച്ചു പൊളിക്ക്, ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ട് പോകാൻ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരു ഫാമിലി വേണം, കുട്ടികൾ വേണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് കല്യാണം കഴിക്കാം. എനിക്കൊരു കുട്ടി വേണം, എൻ്റെതായ ഫാമിലി വേണം, സ്ത്രീകളും ആഗ്രഹിക്കുന്നുണ്ട്. അത് അവരുടെ ചോയ്സ്. പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ ബെറ്റർ ഹാഫ് അല്ല. നിങ്ങളുടെ ബെറ്റർ ഹാഫ് നിങ്ങൾ തന്നെയാണ്. അത് ശരിയാ. അല്ല, നല്ലൊരു പോയിന്റ് തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ കൂടുതൽ ആളുകളും വിവാഹത്തിലേക്ക് പോകാതിരിക്കാനുള്ള കുറെ കാരണങ്ങളുണ്ട്. അതായത് ഇപ്പൊ സ്ത്രീധന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അതായത് വീട്ടില് കുടുംബ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പല ആളുകളും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്തൃപീഡനങ്ങൾ, പല പ്രശ്നങ്ങളും. ഈ കാര്യങ്ങളിലൊക്കെ എപ്പോഴും പ്രതികരിക്കാറുണ്ട്. ഞാൻ എപ്പോഴും കാണാറുണ്ട് പോസ്റ്റിലൊക്കെ രീതിയിലൊക്കെ. അപ്പൊ അതും ഒരു കാരണം തന്നെയാണല്ലോ പലരും ഈ വിവാഹത്തിലോട്ട് എത്താതിരിക്കാനുള്ള അതും ഒരു കാരണം തന്നെ. ഞാൻ കല്യാണം കഴിക്കാത്തതിന്റെ കാരണം അതൊന്നുമല്ല. പക്ഷെ മറ്റുള്ളവർ കല്യാണത്തിലേക്ക് വരാത്തതിന്റെ കാരണം അതൊക്കെ തന്നെ ആയിരിക്കാം. ചിന്തിച്ചിട്ടുണ്ടാവും പെൺകുട്ടികൾ, അയ്യോ ഞാനിപ്പോ കല്യാണം കഴിച്ചു, എന്റെ അച്ഛൻ ഇത്ര സ്ത്രീധനം കൊടുക്കുന്നു, ഇനിയിപ്പോ നാളെ എന്താവും ചിന്തിക്കുന്ന പെണ്ണുങ്ങൾ ഒരുപാട്, പെൺപിള്ളേർ ഒരുപാട് പേരുണ്ട്. ഞാൻ അതുകൊണ്ടല്ല, പക്ഷെ ഇപ്പോഴത്തെ പുതിയ പിള്ളേർ ഒരുപാട് പേര് അത് ചിന്തിക്കുന്നുണ്ടാവും. കാരണം ഇങ്ങനത്തെ ഒരുപാട് അപകടങ്ങൾ കാണുമ്പോൾ നാളെ എനിക്കും അങ്ങനെ പറ്റിയാലോ എന്ന് വിചാരിച്ച് കല്യാണം വേണ്ടെന്ന് വെച്ചൊന്ന് ഒരുപാട് പെൺകുട്ടികളുണ്ട്. അതാണ്, അതായത് പലതരത്തിലുള്ള ഭർത്തൃപീഡനങ്ങളൊക്കെ പല വാർത്തകളും നമ്മൾ നേഹ തന്നെ പല മാനസയുടെ കാര്യങ്ങളിലൊക്കെ, ആ സ്ത്രീധന കേസിൽ മരിച്ചൊരു കുട്ടിയുടെ കാര്യങ്ങളിലൊക്കെ കുറെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ആ തരത്തിലുള്ള കാര്യങ്ങളോണ്ടാണ് ഞാൻ പറയുന്നത് പലരും വിവാഹത്തിലേക്ക് എത്താതിരിക്കുന്നുണ്ട്. കാണും അതൊക്കെ കണ്ടു കഴിയുമ്പോൾ പിള്ളേർക്ക് തോന്നും, അയ്യോ എനിക്ക് ഇങ്ങനെ ആയി പോയേക്കാം, അല്ല 2 വർഷം കഴിയട്ടെ, നല്ലൊരു ജോലി ആവട്ടെ, കുറച്ച് പൈസ സേവിങ്സ് ആവട്ടെ, എന്നിട്ട് കല്യാണം കഴിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന പെൺപിള്ളേരുണ്ട്. അതൊക്കെ കാണുമ്പോൾ അവർക്ക് തോന്നും, ഉണ്ടാവും. ഞാൻ അതുകൊണ്ടൊന്നും അല്ല കല്യാണം കഴിക്കാതിരുന്നത്, വേറെ ആ റീസൺസ് ഒന്നും അല്ല. അതൊക്കെ ഇപ്പോഴല്ലേ ഇത്രയും വിവാദമായതൊക്കെ, പണ്ട് ഇത്രയും വിവാദമൊന്നും അല്ലായിരുന്നല്ലോ. ഞാൻ പ്രതികരിക്കാറുണ്ട് ഇതുപോലെ, എല്ലാത്തിനും അല്ല, ചില വിഷയങ്ങൾ കാണുമ്പോൾ തോന്നാറുണ്ട് പ്രതികരിക്കണം. അങ്ങനെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ പോസ്റ്റുകൾ ഇടാറുണ്ട്. അത് ആലോചിച്ചിട്ട് തന്നെയാണ് പോസ്റ്റുകൾ ഇടാറുണ്ട്. അല്ല, ചില കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കണം. നമ്മളൊരു സ്ത്രീകളാണ്. അപ്പോൾ ഒരു സ്ത്രീകൾക്കൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കണം ശരിക്കും പറഞ്ഞാൽ. അത് പക്ഷെ എല്ലാത്തിനും പ്രതികരിക്കില്ല. കാരണം ഇന്ന് ഒരുപാട് കള്ളക്കേസുകളുണ്ട്, ഒരുപാട് പീഡന കേസുകൾ, പലതും കള്ളത്തരം നടക്കുന്നുണ്ട്. അപ്പൊ പെണ്ണാണെന്നൊന്നുമില്ല, എല്ലാത്തിലും കള്ളികളും കള്ളന്മാരും ഉണ്ട്. അപ്പൊ എല്ലാത്തിനും നമുക്ക് പ്രതികരിക്കും. നമുക്കൊരു ഇത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതെന്താണ്, ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അതിന്റെ സത്യാവസ്ഥ. അതനുസരിച്ചിട്ട് വേണം പ്രതികരിക്കാൻ. അത് ഈ സിനിമാ മേഖലകളിൽ തന്നെ പല തരത്തിലുള്ള, ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് തന്നെ പലതരത്തിലുള്ള കള്ള റിപ്പോർട്ടുകളും അല്ലെ കള്ള കേസുകളും വല്ലതും വന്നിട്ടുണ്ട് അല്ലേ? പലതരത്തില് ഈ സത്യമാണോ അതല്ലെങ്കിൽ അത് നുണയാണോ എന്ന തരത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ പലരും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല, ഞാൻ ആ റിപ്പോർട്ട് വായിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പിന്നെ എനിക്ക് ആ വിഷയത്തെ കുറിച്ച് പ്രതികരിക്കാൻ താല്പര്യമില്ല. കാരണം അല്ല, ആ റിപ്പോർട്ടല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ നേരത്തെ പറഞ്ഞു, അതായത് പലതരത്തിൽ ഇത് സത്യമാണോ കേസ്, അതായത് ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ നുണയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ റിപ്പോർട്ടിനെ കുറിച്ച് അല്ലെങ്കിലും അതെ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ശരിയാണ്. അപ്പോൾ പല ആളുകളും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല, പല നടന്മാരായാലും അതെ. പക്ഷെ അത് തെളിയിക്കപ്പെട്ടു പിന്നീട്. അതായത് ഈ പറയുന്ന തരത്തിൽ നുണയാണോ സത്യമാണോ എന്ന് അറിയാൻ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ. ഞാൻ ഓൺലൈനിൽ ചിലത് കള്ളമായിരുന്നു, അങ്ങനെ ചിലത് ഇങ്ങനെ വാർത്ത വന്നത് കണ്ട് ഓർക്കുന്നു. ശരിയാണ്. അങ്ങനെയുള്ളതിന് എനിക്ക് യോജിക്കാനാവില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു അനുഭവം വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി എന്ത് ആര് പറയാൻ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് അനുഭവം വരുമ്പോൾ മാത്രമേ. പൊതുവെ എന്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞ, ഇപ്പൊ ഈ ഒരു വിഷയങ്ങളൊക്കെ മാറ്റിവെക്കാം. പൊതുവെ എന്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു മനുഷ്യത്വത്തിന്, ഒരു ഹ്യൂമാനിറ്റി, അതിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ സ്ത്രീകൾ മാത്രമാണ് ശരി, പുരുഷൻ മാത്രമാണ് ശരി, ഈ പറയുന്ന 2 പക്ഷത്തിനോട് യോജിക്കാനാവില്ല. അത് തന്നെയാണ് വാസ്തവം. കാരണം എല്ലാവരുടെ വശത്തും ശരിയും തെറ്റുകളും ഉണ്ട്. നമ്മൾ വളർന്ന സാഹചര്യങ്ങളാണ് നമ്മളാക്കി മാറ്റുന്നത് അല്ലെ? ഇപ്പൊ ഞാൻ ജനിച്ചു വളരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പേരൻസിനാണ്. എനിക്ക് നല്ല സാഹചര്യങ്ങളുണ്ട്, നല്ല അത്യാവശ്യം സാമ്പത്തികമായും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്ന രീതി ആയിരിക്കില്ല എല്ലാവരും ചിന്തിക്കുന്നത്. ഓരോ വ്യക്തിയും അവർ വളരുന്ന സാഹചര്യം അനുസരിച്ച്, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും അവരുടെ ലൈഫിൽ വെച്ച് അവരങ്ങനെ ചിന്തിച്ചു പോകുന്നു, അവരുടെ അനുഭവങ്ങളിലൂടെ. അപ്പം നമുക്ക് എല്ലാവരും, അപ്പൊ അതുകൊണ്ട് തന്നെ ആരെങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഒരു സാധനം കാണുമ്പോൾ നമ്മൾ അതൊരു വിഭജിച്ച് അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെ മനസ്സിലാക്കണം എന്താണ് ഇതിന്റെ കാര്യം എന്നുള്ളത്. പക്ഷേ എല്ലാത്തിലും നമ്മൾ ഇപ്പോഴും പ്രതികരിക്കാതിരിക്കണം നല്ലത്. ചില സ്ത്രീകൾക്കുള്ള നിയമങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും ശരീരപരമായി ഭയങ്കര ഒരു ഇതുണ്ട്.
സ്റ്റാമിന ഉണ്ട്, അതെ അതെ അതെ. എനർജി ഉണ്ട്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും തുല്യരല്ല. അല്ല അല്ല. നമ്മൾ എത്ര തുല്യരാന്ന് പറഞ്ഞാലും സ്ത്രീയും പുരുഷനും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ തുല്യതയില്ല, സ്റ്റാമിന, ശാരീരികമായ സ്റ്റാമിനകളിൽ. അപ്പം അങ്ങനെയുള്ള ഇതുകൊണ്ട് ഡെഫിനറ്റ്ലി സ്ത്രീകൾക്ക് ഇങ്ങനെ നിയമങ്ങൾ സപ്പോർട്ടായിട്ടൊക്കെ നമ്മുടെ ഇതിലുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷെ ചെയ്യേണ്ടത് അത് ദുരുപയോഗം ചെയ്യുന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. ആ സന്ദർഭങ്ങൾ ചെയ്യുന്ന അതിനെതിരെ നിയമം വരും. അതെ, രണ്ട് തരത്തിൽ രണ്ട് കൂട്ടരിലും നെഗറ്റീവ് ഉണ്ടാവും എന്ന് പറയുമല്ലോ. ഒരിക്കലും നമുക്ക് സ്ത്രീക്ക് നിയമം കൊടുത്ത് അതിന് ദുരുപയോഗം ചെയ്യരുത്. അതനുസരിച്ചിട്ട് ബുദ്ധിമുട്ടുന്ന നമുക്ക് നിയമം എടുത്തു കളയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ പോക്സോ ഒരുപാട് കള്ളക്കേസുകൾ പോക്സോയിൽ വരും. പിന്നെ പോക്സോയിൽ കള്ളക്കേസുകളാണ് ഒരുപാടുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് പോക്സോ നിയമം എടുത്തു കളയാൻ പറ്റില്ലല്ലോ. കാരണം കുട്ടികൾക്ക് റൈറ്റ് വേണം, അത് അവരുടെ അവകാശമാണ്. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡനം പറഞ്ഞിട്ട് പല വാർത്തകളും നമ്മൾ കാണാറുണ്ട്. പക്ഷെ അപ്പൊ ഇപ്പോഴും സ്ത്രീകൾക്ക് മാത്രമായിട്ട് ആ നിയമം ചുരുങ്ങി പോകുന്നുണ്ട്. ചിലതിലിപ്പോ പുരുഷന് വേണ്ടിയിട്ടും പ്രതികരിക്കുന്നുണ്ടല്ലോ ആളുകൾ. അപ്പൊ തരത്തിലാണ് പുരുഷന് വേണ്ടി പ്രതികരിക്കുന്നവരോട് എനിക്ക് യോജിപ്പുള്ളൂ. കാരണം പുരുഷന്മാർ ഒരുപാട് പേര് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ കള്ളക്കേസുകളിൽ കുടുങ്ങി ഒത്തിരി പാവങ്ങൾ. ഇപ്പൊ നമ്മൾക്കുണ്ട്, എനിക്ക് ഒരു അച്ഛനുണ്ട്, എനിക്കും കസിൻ ബ്രദേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം ആണാണെന്ന് കരുതി എന്തും അവർക്കെതിരെ അവർ സഹിക്കും എന്ന് നമുക്ക് ചിന്തിക്കാനാവില്ല. ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നതും ആണുങ്ങൾ തന്നെയാണ്. അത് വെച്ചാൽ കുടുംബത്തിന്റെ ഭാരം മൊത്തം അവരുടെ തലയിലാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആണുങ്ങൾക്കെതിരെ ഞാൻ പറയില്ല, അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കെതിരെയും പറയില്ല. ഞാൻ കള്ളത്തരം തെറ്റ് ചെയ്യുന്നവർക്കെതിരെ മാത്രമേ ഞാൻ പറയുള്ളൂ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും നല്ലൊരു അഭിപ്രായമുള്ള ഒരാളാണ്. പേഴ്സണലി സംസാരിച്ചപ്പോൾ ഭയങ്കര മനസ്സിലായി ഒരു പോസിറ്റീവ്. എന്റെ അഭിപ്രായം അങ്ങനെയാണ്. സത്യത്തിനൊപ്പം നിൽക്കണം എന്നുള്ളൊരു ഇത് എനിക്ക്. നിരവധി അവസരങ്ങൾ ലഭിക്കട്ടെ, അതുപോലെ സിനിമയിലൊക്കെ നല്ലൊരു സ്റ്റാറായി തീരട്ടെ ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു കുറെ ഒരാഗ്രഹങ്ങളുണ്ട് നമുക്ക് മനസ്സിൽ, ഫ്യൂച്ചറിൽ പല കാര്യങ്ങളും ചെയ്യണം അല്ലെങ്കിൽ പല അഭിപ്രായങ്ങൾ പറയണം എന്ന് പല ആഗ്രഹങ്ങളും ഉണ്ടാവും. അപ്പൊ അതൊക്കെ വളരെയധികം നല്ല രീതിയിൽ വിജയമായി തീരട്ടെ ഞാൻ ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്.